വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, വളരെ തിരക്കിട്ട ഒഫീഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ഇടയിലും ഇന്ന് ഇവിടെ വരാൻ എനിക്ക് 3 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കിയ സുരേഷ് ജി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് ഈ ആശയം ഞാൻ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ഇതെൻ്റെ സ്കൂളിന് വേണം, ഞാൻ പഠിച്ച സ്കൂളാണ്, എന്നെ 10 വർഷം പഠിപ്പിച്ച് ഞാനാക്കിയ എൻ്റെ സ്കൂളാണ്, ആ സ്കൂളിന് വേണ്ടി ഞാൻ ഇത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് ആ സ്കൂളിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഓടുകൂടി ചെയ്ത സുരേഷ് ജിയാണ് ആദ്യത്തെ കാരണം. അടുത്തത്, എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന വളരെ ചുരുക്കം കുറച്ച് പേരിൽ ഒരാൾ ഈ സ്കൂളിൻ്റെ പ്രോഡക്റ്റാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിന് പലർക്കും അറിയും. മിസ്റ്റർ വേണു മീനത്തേരിൽ എന്ന് പറയും. 21 വർഷമായിട്ട് എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഔദ്യോഗിക കാരണങ്ങളാൽ പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂളാണെന്നൂടെ അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും, കാര്യം ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഇത്രയും വർഷം ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന ആ സ്കൂള് ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാരണം. പിന്നെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഏറ്റവും ഉയർന്ന പദവി കൊടുത്ത് പണ്ട് തൊട്ടേ ആദരിക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ പാദസ്പർശങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും എല്ലാം ഏറ്റുവാങ്ങിയ ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ വരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നതിന് തുല്യമാണ്. ആ രീതിയിലും ഒരു കാരണമാണ്. ഞാൻ പറഞ്ഞ പോലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥാനം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് ശരിക്കുള്ള ഒരു ശ്രീനാരായണീയനാണ്. ഞാൻ പഠിക്കുന്ന കാലത്തൊരു സഖാവായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സഖാവെന്ന് ഞാൻ മനസ്സിൽ കരുതുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. പക്ഷേ ശരിക്കുള്ള സഖാവിനെ ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗുരു പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു, അത് പാലിക്കുന്ന ഒരാളെയെങ്കിലും എനിക്കിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതൊക്കെ പറയും. പക്ഷെ സ്വന്തം അനുഭവം വരുമ്പം, സ്വന്തം കുട്ടിക്ക് പേരിടുമ്പം മതത്തിൻ്റെ നിറവും മണവുമുള്ള പേരേ ഇടത്തുള്ളൂ. സ്വന്തം കുട്ടിക്ക് വിവാഹം വരുമ്പോൾ മതവും ജാതിയും എല്ലാം നോക്കിയിരിക്കും. ചിന്തകൾ മനസ്സിലൊക്കെ ഇത് കൊണ്ട് നടക്കും. എന്നിട്ട് ഞാൻ ശ്രീനാരായണീയനായിട്ട് പറയും. ഞാനിത് പറയാൻ കാരണം, ഇന്നലത്തെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ഞാൻ സാധാരണ ഈ മതജാതി ചിന്തകളുള്ളവരത്തേക്ക് ഞാൻ പോകാറില്ല. ഉള്ളി ഒഫീഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ. സിനിമാ തിയേറ്ററിൽ ജാതി മതമൊന്നുമില്ല. അവിടെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന വ്യക്തിയുടെ ജാതി മതവും നമ്മൾ നോക്കാറില്ല. സിനിമകൾക്ക് ജാതിയോ മതമൊന്നുമില്ല. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ആ തിയേറ്ററിലുണ്ടാകുന്നത്. എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം. എന്നെ സംബന്ധിച്ചോളം എല്ലാ തിയേറ്ററുകളും ക്ഷേത്രങ്ങൾ പോലെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇന്നലെ യാദൃശ്ചികമായിട്ട് ഞാനൊരു ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യം പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങിൽ ഞാൻ പോയി. കാര്യം ഞാൻ വർഷങ്ങൾക്ക് ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ എൻ്റെ ചിന്തയിലുള്ള ഏകദേശം അടുത്ത് വരുന്ന ഒരു സ്വാമിജിയെ ഞാൻ കണ്ടു, പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ദർശനമൊക്കെ എൻ്റെ ആ ഒരു മനസ്സിലുള്ള ശ്രീനാരായണീയനുമായിട്ട് ഏകദേശം ഒത്തൊക്കെ വരുന്ന കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ച ഒരു ചടങ്ങിലേക്കാണ് ഞാൻ ചെന്നത്. അവിടെ ചെന്ന് ഇതുപോലെ എല്ലാവരും വന്നിരിപ്പുണ്ട്. ശ്രീനാരായണീയരാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഞാൻ വിളക്ക് കൊളുത്തി ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പം അദ്ദേഹത്തിനെ ഒരാൾ വിളിച്ച് ചോദിച്ചത്, ഈ അന്യമതസ്ഥരെയൊക്കെ വിളിച്ചിട്ട് സ്വാമിജി എന്തിനാണ് വിളക്ക് കൊളുത്തുന്നത്? ഇതാണ് ശ്രീനാരായണീയരുടെ ഉള്ളിലും ഇന്നും കൂടെ നടക്കുന്നത്. എൻ്റെ ജാതിയോ മതമോ എന്താണെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല. ഞാൻ പുറത്ത് പറഞ്ഞിട്ടുമില്ല എൻ്റെ ജാതിയോ മതമോ. എൻ്റെ കുട്ടികൾക്ക് ഞാൻ ജാതി മതം കൊടുത്തിട്ടില്ല. അവർക്ക് അറിയത്തില്ല എന്താ ജാതി മതമെന്ന്. അവരെ വിവാഹം കഴിച്ചിരിക്കുന്നത് മറ്റു മതസ്ഥരാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ജാതിയോ മതമോ ഒന്നുമില്ല. പുള്ളി എൻ്റെ ഭാര്യ മാത്രം നല്ലൊരു വിശ്വാസിയാണ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. എന്നിരുന്നാലും മനസ്സിൽ ഇതില്ലാതെ നടക്കുന്ന ഒരു ശ്രീനാരായണീയനാണ് എന്ന് 100% വിശ്വസിക്കുന്നതുകൊണ്ടാണ് വരുവാനായിട്ട് സമയം കണ്ടെത്തിയത്. അതിന് നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ എപ്പോഴെങ്കിലും ഇതിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ എന്നും ദർശിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ആവാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ഇല്ലാതെ ചെയ്യരുത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രീനാരായണീയരാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു 50% മനസ്സിൽ നിന്നും ഒക്കെ അതെടുത്ത് മാറ്റുക.
മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കുക. നമ്മളെല്ലാം ഈ ഭൂമിയിൽ വന്നേക്കുന്ന ഒരു ചെറിയ സമയത്തേക്കാണ്. അവിടെ ഈ സ്പർദ്ധയൊക്കെ മാറ്റിവെച്ച് ഒരുപോലെ ജീവിക്കാൻ പഠിക്കുക. പിന്നെ ഈ ജാതി മതത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാര്യമാണ്, ഈ കുട്ടികൾക്കൂടെ കേൾക്കാൻ വേണ്ടിയാണ്, ഇവരൊക്കെ പേരിൻ്റെ കൂടെ ജാതി വെക്കുന്ന ശീലം പലപ്പോഴും ഉണ്ട്. അത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ളവരൊക്കെ അടുത്ത തലമുറയെങ്കിലും ദയവ് ചെയ്ത് ഇതൊക്കെ പേരിൽ നിന്നൊക്കെ മാറ്റി നമ്മളുടെ കഴിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പേര് രചിക്കേണ്ടത്. അതിലൂടെയാണ് അറിയപ്പെടേണ്ടത്. അല്ലാതെ ആരോ എന്നോ ഉണ്ടാക്കിയ ജാതി മതങ്ങളിലൂടെയല്ല. സയൻസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല പദങ്ങളുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ തുടങ്ങി ഒരുപാട് ഈ പേര് കേട്ട് കഴിഞ്ഞാൽ ജാതി മതം അറിയാത്ത ഒരുപാട് പേരുകളുണ്ട്. ഭാവിയിൽ അതുപോലുള്ള പേരുകൾ നമ്മൾ കുട്ടികളുണ്ടാകുമ്പോൾ ഇന്നത്തെ കാലത്ത് ആലോചിച്ചൊരു പേരിടാറുണ്ട്. ഇനിയെങ്കിലും ഉള്ള തലമുറയിൽ ഇതുപോലെ സയൻസിൽ ഉപയോഗിക്കുന്ന വളരെ മനോഹരങ്ങളായ പേരുകളിട്ട് ദയവ് ചെയ്ത് പേരിലൂടെ എൻ്റെ മതം ഇതാണ്, എൻ്റെ ജാതി ഇതാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ മാതാപിതാക്കൾ എങ്കിലും കാര്യം നിങ്ങളൊക്കെ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ പേജുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ പുറത്ത് ചാർത്തി തന്ന പച്ചകുത്തിയ ആ ജാതിപാലുകളൊക്കെ ഒരു ഷോർട്ട് ഫോമായിട്ടെങ്കിലും മാറ്റണം. ഞാനിത് തുറന്ന് പറയാൻ കാര്യം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ ഗുരുവിൽ വിശ്വസിക്കുന്നു, പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ആരെങ്കിലും ഇതുപോലെ ബാല്യം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ റെസ്യൂമെ എടുത്ത് കൊട്ടേക്കളയും. ആദ്യമായിട്ട് ലോകത്തിൽ ആൻറ്റി കാസ്റ്റ് പോളിസി കൊണ്ടുവന്നത് ഞങ്ങളാണ്. ആൻറ്റി ഡൗറി സിസ്റ്റം, സ്ത്രീധനം വാങ്ങുന്നവരെ പുറത്താക്കുന്ന സംവിധാനം കൊണ്ടുവന്നത് ഞങ്ങളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ശ്രീനാരായണീയരോടൊക്കെ പറയുന്നത്, മനുഷ്യനാവുക, ഒരു ജാതി ഒരു മതം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇന്ന് ഇവിടെ വന്നത് പ്രധാന കാര്യം നമ്മുടെ തിയേറ്ററിൻ്റെ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു വലിയ യാത്രയിലായിരുന്നു. എങ്ങനെ വിഷ്വൽ മീഡിയയിലൂടെ നമ്മളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയാണ് സിനിമ ഇൻഡസ്ട്രിയെ കംപ്ലീറ്റ്ലി മാറ്റം കുറിക്കുന്ന ഇൻറ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കൊണ്ടുവന്നതും. ആ പ്രോജക്റ്റിൻ്റെ അവസാന ഘട്ടമാണ് ആ സിനിമയെ എങ്ങനെ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ ഒരു എഡ്യൂക്കേഷൻ റെവല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് സ്കൂളിനുള്ളിലൊരു തിയേറ്ററാണ്. ഇത് ഞങ്ങൾ തുടങ്ങുന്നത് ഏരീസ് പ്ലെക്സ് തിയേറ്റർ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് ഒരു ഡ്യുവൽ 4K പ്രൊജക്ഷൻ തിയേറ്റർ തുടങ്ങിയതോടുകൂടിയാണ് ഇന്ത്യയിൽ തിയേറ്റർ റെവല്യൂഷൻ തുടങ്ങുന്നത്. അതുവരെ ഓരോ ദിവസവും ഓരോ തിയേറ്റർ വെച്ച് അടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യയിൽ. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തകരുകയായിരുന്നു. ഏരീസ് പ്ലെക്സിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച തിയേറ്റർ ചെയ്തപ്പോഴാണ് ജനം അതിലേക്ക് വീണ്ടും മടങ്ങി വരുന്നത്. ബാഹുബലി, ആദ്യത്തെ ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ ബാഹുബലി എന്ന് പറഞ്ഞ ചിത്രത്തിന് ഒരു 4K പ്രിൻ്റ് ഉണ്ടാക്കി അതിനകത്ത് കാണിച്ച് ജനങ്ങൾ അതിശയിക്കുകയും ആ 3D വിസ്മയം അനുഭവിച്ചതിന് ശേഷമാണ് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ മുഴുവൻ ഓരോ ദിവസവും 2 സ്ക്രീൻ വെച്ച് ഓപ്പൺ ചെയ്യുകയാണ്. ഞങ്ങൾ അത് ആരംഭിക്കുമ്പോൾ ഏതാണ്ട് 11 സ്ക്രീനേ ഉള്ളൂ ഞങ്ങളുടെ തിയേറ്റർ കൂടാതെ തിരുവനന്തപുരത്ത്. ഇന്നത് 105ആയി. അതുപോലെ ആ ദൃശ്യവിസ്മയം എന്താണെന്ന് ജനങ്ങളിലേക്ക് മനസ്സിലാക്കുകയും അത് എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. കാര്യം ഇപ്പോഴും ജനങ്ങൾക്ക് അറിയില്ല ഈ സിനിമയുടെ ശക്തി എന്താണെന്നുള്ളത്. സാധാരണ ഒരു സിനിമ എന്ന് പറയുന്നത് 120 പേജുള്ള അല്ലെങ്കിൽ 130 പേജുള്ള ഒരു സ്ക്രിപ്റ്റ് 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറ്റിവിടുകയാണ്. ഒരു സ്ട്രെയിനും ഇല്ല. നിങ്ങൾ അവിടെ വന്ന് ബുക്കും പേപ്പറും ഒന്നുമായിട്ടല്ല വരുന്നത്. വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു, ഒരു സിനിമ കാണുന്നു, തിയേറ്ററിനുള്ളിൽ എൻജോയ് ചെയ്യുന്നു, നിങ്ങളെല്ലാം മറക്കുന്നു. എല്ലാ സമയവും നിങ്ങൾ മൊബൈലും കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന വ്യക്തികളാണ്. 5 മിനിറ്റ് കൂടുതൽ ഒരിടത്തും ഒരാൾക്ക് മൊബൈലുള്ള ഒരാൾക്ക് ഇന്ന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അറിയാതെ കൈപോകും. ആ വ്യക്തികളാണ് തിയേറ്ററിനുള്ളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് 120 പേജിൻ്റെ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് കയറ്റുന്നത്. ഒരു പേജ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ് സിനിമയിൽ. തിയേറ്ററിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സിനിമയെ അങ്ങനെ ബ്രെയിനിൽ കയറ്റാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അതേ ഫോർമാറ്റിൽ എഡ്യൂക്കേഷനിൽ പറ്റില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്ന് ഇവിടെ ഇനാഗുറേഷൻ നടത്തിയ തിയേറ്ററിൽ ഞങ്ങളൊരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് കാണിക്കുന്നുണ്ട്. വെറും 3.5 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് ഒരു റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്ന് എല്ലാ വ്യക്തികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും മികച്ച അധ്യാപകൻ വന്ന് ക്ലാസ് എടുത്താലും അത് ഒരാഴ്ച ക്ലാസ് എടുത്താലും നിങ്ങളുടെ തലയിൽ കയറില്ല. ചലഞ്ച് ചെയ്യാണ്. അതും മാത്രമല്ല, ആ ഒരു കണ്ടന്റ് ഒരു കണ്ടന്റ് മതി. ആ കണ്ടന്റ് എത്ര ലാംഗ്വേജിൽ വേണമല്ലോ, 100 200 ലാംഗ്വേജിൽ അതിൻ്റെ ഓഡിയോ ട്രാക്ക് മാറ്റാം. ഒരു സിനിമ ഡബ് ചെയ്യുന്ന പോലെ
പഠിക്കേണ്ടത് മദർ ടങ്ങിലാണ്. നിങ്ങൾ മലയാളം ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ ബ്രെയിൻ ആദ്യം അതിനെ മലയാളത്തിലേക്ക് ആക്കിയിട്ട് വേണം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഇപ്പോൾ ഇന്ന് നിങ്ങളിവിടെ കാണുന്ന ഇംഗ്ലീഷാണ്, ഇതിൻ്റെ മലയാളം നമുക്ക് ആവശ്യമുണ്ട്. ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദിവാസി മേഖലയിൽ ഒരു സ്കൂളിൽ നടത്തി വിജയിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 2400 കുട്ടികളുള്ളതിൽ പകുതി കുട്ടികൾ ജീവിതത്തിൽ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അവർക്ക് അതിനുള്ള സൗകര്യമില്ല, അതിനുള്ള സാമ്പത്തികമില്ല. അവിടെ ഞങ്ങൾ ഇതുപോലെ ക്ലാസ് റൂം തുടങ്ങി. 1 മാസത്തിനുള്ളിൽ സിനിമ കാണാത്ത കുട്ടികൾ 12 ഷോർട്ട് ഫിലിം ചെയ്തു. ഇന്ന് അവരാണ് ആ സ്കൂൾ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ജനാധിപത്യം പോലെ വിദ്യാർത്ഥി ആധിപത്യം നമുക്ക് വേണമെങ്കിൽ പറയും. വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥികളാൽ നയിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ. അധ്യാപകരാരും ഇൻവോൾവ് അല്ല. ഇതിന് ഞങ്ങൾക്ക് ഏതാനും ദിവസത്തെ ആവശ്യമുള്ളൂ. ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ നിന്നും സിനിമയോട് താല്പര്യമുള്ള കുറച്ച് കുട്ടികളെ കണ്ടെത്തി ഒരു ഫിലിം ക്ലബ്ബ് തുടങ്ങുകയാണ്. ആ ഫിലിം ക്ലബിന് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. എങ്ങനെ സിനിമ അവിടെ പ്രദർശിപ്പിക്കണം, എങ്ങനെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ക്ലാസ് എടുക്കുന്നത് ദുബൈയിൽ നിന്നായിരിക്കും. ആ ദുബൈയിൽ നിന്ന് ഇവിടുന്ന് സൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ അതിനെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. ഒരു തവണ ഞാൻ ക്ലാസ് എടുത്താൽ മതി. അതിനെ ഒരു കണ്ടന്റാക്കി മാറ്റുക, അതിനകത്ത് അനിമേഷൻസ് കയറണമെങ്കിൽ കയറ്റുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കണ്ടന്റ്സ് എടുത്ത് അതിനെ എഡിറ്റ് ചെയ്തൊരു കണ്ടന്റാക്കി മാറ്റുക, അതിന് ലൈബ്രറി ഉണ്ടാക്കുക. ഇത് വിവിധ ബാച്ചുകളായിട്ട് അവരെ കാണിക്കുക. ഇതിനോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ടാലന്റ് ക്ലബിൻ്റെ കീഴിൽ ഒരു 10-25 ഡിഫറെൻറ്റ് ക്ലബ്സ് വരും. ഇതൊക്കെ ഈ ഓരോ വിദ്യാർത്ഥിക്കും പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ അവസാന ലക്ഷ്യം ഒരു ഇൻഡസ്ട്രിയാണ്. ഏത് ഇൻഡസ്ട്രിയാണെന്ന് നിങ്ങൾക്ക് ഇന്നും അറിയത്തില്ല. നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും. ഈ പരീക്ഷയുടെ മാർക്ക് വെച്ചൊന്നും ഞങ്ങളുടെ സ്ഥാപനത്തിലൊന്നും ഞങ്ങൾ ഇന്ന് വരെ ഒരാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് പണി അറിയാവോ? നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം എന്താണ്? അടിസ്ഥാനപരമായി ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടതൊന്നും നമ്മുടെ കരിക്കുലത്തിലില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നത്, ഇത് സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ, അതായത് എങ്ങനെ ഒരു സമൂഹത്തിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പോലും നമ്മളുടെ പാഠ്യ വിഷയത്തിലില്ല. എങ്ങനെ അച്ഛനമ്മമാരോട് പെരുമാറണം എന്നുള്ളത് പാഠ്യ പദ്ധതിയിലില്ല. ഇന്ന് ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ ഏറ്റവും അധികം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏറ്റവും എഫിഷ്യൻറ്റ് എംപ്ലോയീസ് പോലും തകർന്നു പോകുന്നത് പലപ്പോഴും അവരുടെ കുട്ടികൾ മാതാപിതാക്കൾ പറയുന്നത് ഇതുപോലെ അല്ല ചെയ്യുന്നത്. സുഹൃത്തുക്കൾ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവർക്ക് തിരിച്ചറിവ് കൊടുക്കുന്നില്ല. നാളെ അവരുടെ ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ഈ സുഹൃത്തുക്കൾ കാണില്ല, മാതാപിതാക്കളെ കാണുള്ളൂ. അവർ മാതാപിതാക്കളുടെ എക്സ്റ്റെൻഡഡ് ബോഡിയാണെന്നുള്ളൊരു ബോധം അവർക്കില്ല. ആ കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളത്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് അക്കാഡമിക്സിൽ സാധ്യതയില്ല, സിലബസിനകത്തില്ല. ഇത് പറഞ്ഞു കൊടുക്കുവാൻ ഈ ഫിലിം ക്ലബ്സിന് വളരെ നിസ്സാരമാണ്. ഇതിൻ്റെ കണ്ടന്റ്സ് വളരെ ഷോർട്ട് കണ്ടന്റ്സ് ആയിട്ട് നമുക്ക് ഈ തിയേറ്ററിൽ കാണിക്കാം. അത് വീണ്ടും കാണണമെങ്കിൽ നമുക്ക് അതിൻ്റെ മൊബൈൽ വഴി നമുക്കത് വീണ്ടും പകർന്നു കൊടുക്കാൻ സാധിക്കും. ഇതിനെ, ഈ ഫിലിം ക്ലബ്സിന് ഇംഗ്ലീഷിലുള്ള കണ്ടന്റ്സിനെ മലയാളത്തിലേക്ക് ആക്കാൻ സാധിക്കും. ഇന്ന് AI ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ പഠിക്കേണ്ട മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. കരിയർ ഡിസൈന് ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിൻ്റെ മക്കൾക്കും എല്ലാ മാസവും ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ കണ്ടന്റ്സ് എല്ലാം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ സാധിക്കും. ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ മതി. സ്പോർട്സ്, ഞാനിവിടെ കണ്ടു, ക്രിക്കറ്റിനകത്തൊക്കെ സ്റ്റേറ്റ് ലെവലിലേക്ക് പോയ കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിക്കറ്റിൽ ഗ്രൗണ്ടിൽ 22 പേര് IPL കളിക്കുമ്പോൾ 20,000 പേര് കളത്തിന് പുറത്ത് ആ തൊഴിൽ മേഖലയിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആ തൊഴിൽ മേഖലയിലേക്ക് എങ്ങനെ പോകാം? ആ സ്റ്റേഡിയം പണിയുന്ന ആർക്കിടെക്റ്റ്, ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ഒരു നല്ലൊരു ആർക്കിടെക്റ്റിനെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയാൻ പറ്റത്തുള്ളൂ. അവിടെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ വേണം, അവിടെ മീഡിയ ആൾക്കാർ വേണം, അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ വേണം, അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. ലോകം മുഴുവൻ ഇത് എത്തിക്കേണ്ട ഒരു ചടങ്ങുണ്ട്. ഇങ്ങനെയുള്ള തൊഴിൽ മേഖല എന്താണെന്നുള്ളത് ഈ കരിയർ ഡിസൈൻ മേഖലയിൽ നിന്നാണ്, ഈ ഫിലിം ക്ലബ്ബാണ് ഓരോ കുട്ടികളിലേക്കും നമ്മൾ എത്തിക്കുന്നത്. ഒരു വർഷം 200ഓളം ഇൻഡസ്ട്രിയാണ് നമ്മൾ ഈ തിയേറ്റർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റുഡൻസിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ലെവൽ 1 കണ്ടൻസ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റേ കാണത്തുള്ളൂ. ഇങ്ങനെ കുറേ കണ്ടൻസ് കണ്ടു കഴിയുമ്പോൾ അവരവരുടെ ഇൻഡസ്ട്രി ഏതാണെന്ന് അറിഞ്ഞ് അവസാനം അവർ ചെല്ലേണ്ട ഇൻഡസ്ട്രി ഏതാണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവുകയും അതിലേക്ക് കൂടുതൽ അടുക്കുകയും നല്ല രീതിയിൽ അവരെത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തിപ്പെടും. അല്ലാതെ സൈൻ തീറ്റയും കോസ് തീറ്റയും എല്ലാം കൂടെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ലാതെ ക്ലാസ്സിൽ പോകാൻ പോലും മടിക്കുന്ന കുട്ടികളുണ്ട്. ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും മനസ്സിലാക്കാഞ്ഞിട്ട് അവരുടെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുകയാണ് ആവശ്യമില്ലാതെ. എഞ്ചിനീയറായ ഞാൻ പോലും സൈൻ തീറ്റയും കോസ് തീറ്റയും ഇതുവരെ മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. A+B² ആപ്ലിക്കേഷൻ ഒന്നും അറിയത്തില്ല. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇത് മാറണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു പാരലൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരോട് പഠിപ്പിക്കാൻ പറയുന്നത്
ഇവിടുത്തെ സിസ്റ്റമാണ് ഈ സിലബസ് പഠിപ്പിക്കണം എല്ലാവർക്കും. ആ ക്ലാസ്സിലെ 50 കുട്ടികൾക്ക് 50 ഡയറക്ഷനിലേക്ക് പോകേണ്ടതാണ്. അവർക്ക് 50 ഡിഫറൻറ്റ് സിലബസാണ് വേണ്ടതെന്നുള്ള ഒരു സംവിധാനമില്ല. ഇതാണ് നമ്മൾ ഈ കരിയർ ഡിസൈൻ ക്ലബ്ബ് വഴി ഓരോ കുട്ടിക്കും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇന്ന് ChatGPT ഉപയോഗിച്ച് 5 മിനിറ്റ് മതി. നിങ്ങളുടെ ടാലൻറ്റും പാഷനും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ കണ്ടന്റ് കാണുവാനും എല്ലാം ഉള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ തിയേറ്റർ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വേദിയിൽ വെച്ച് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, പേരൻസും അറിഞ്ഞിരിക്കണം. ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത് മറ്റാരും അല്ല, പേരൻസാണ്. ഇവരുടെ വിചാരം സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ്. കുട്ടികളെ അവസാനം നിങ്ങളിൽ നിന്ന് അകലുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. കുട്ടികളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ അമ്മമാരോട് ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പാഠങ്ങൾ വീട്ടിൽ പഠിപ്പിക്കുന്നില്ല. എല്ലാവരും പറയും വീട് വിട്ടു പോയാൽ അമ്മയുടെ ഭക്ഷണം ഞാൻ മിസ് ചെയ്യുന്നു. അത് പറയിപ്പിക്കുന്നത് ആരാണ്? അമ്മമാരാണ്. ആ കുട്ടികളെ വെറും 15 മിനിറ്റോ അല്ലെ അരമണിക്കൂറോ അടുക്കളയിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഒരു ഐറ്റം പഠിപ്പിച്ചിരുന്നെങ്കിൽ, അമ്മയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചേനെ, ആ കുട്ടി ആ ഡിഷും പഠിച്ചേനെ. എവിടെ പോയാലും അവൻ അമ്മയുടെ അതേ രുചിയോടുകൂടി പാചകം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതാണ് ഞങ്ങൾ ഇന്ന് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇന്ന് അട്ടപ്പാടിയിലെ സ്കൂളിലെ കുട്ടികൾക്ക് 25 അമ്മ ഉണ്ടാക്കുന്ന ഡിഷ് ഉണ്ടാക്കാൻ അറിയാം. ഇവിടുത്തെ ഇരിക്കുന്ന എത്ര കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്? എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? നിങ്ങൾ ആ സമയം അവരെ കാശ് കൊടുത്ത് വീണ്ടും ട്യൂഷൻ പഠിക്കാനായി അയക്കുകയാണ്. സ്കൂളിൽ സൈൻ തീറ്റ മനസ്സിലാവാത്തതിനാണ് പിന്നെ ട്യൂഷൻ പഠിച്ച് സൈൻ തീറ്റ പഠിക്കാൻ പോകുന്നത്. എന്തിന്? ആ സമയം അച്ഛനോടും അമ്മയോടും ഒപ്പം ചെലവഴിച്ച് ആ ബന്ധങ്ങൾ കുറച്ചുകൂടെ ഗാഠമാക്കുക. വ്യക്തിബന്ധങ്ങൾ ഗാഠമാക്കുമ്പോൾ കുട്ടികൾ നിങ്ങളിൽ നിന്ന് അകലില്ല. അവർ ബാഡ് ഹാബിറ്റ്സിലേക്ക് പോവില്ല. നമ്മുടെ ടാലൻറ്റ് ക്ലബിലൂടെ വേണം ഇവിടെ ദുശീലങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെ മാറ്റുവാനും അവരെ നേർവഴിക്ക് കൊണ്ടുപോകാനൊക്കെ ഈ ടാലൻറ്റ് ക്ലബിന് സാധിക്കും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് ഈ തിയേറ്ററിലൂടെ അവരുമായി സംവേദിക്കുവാനും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്ന്. ഇത് ഞങ്ങൾ ഓൾറെഡി പല സ്കൂളുകളിലും ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് ഇത് 100% സാധ്യമാണ്, സാധ്യമാവണം. മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോൺസിൻ്റെ ആവശ്യമുണ്ട്. തിയേറ്ററിൽ എല്ലാവർക്കും കൂടെ പോയിരുന്ന് കാണാൻ പറ്റില്ല. പലതവണ ഒരു തവണ തിയേറ്ററിൽ കണ്ട കാര്യം വീണ്ടും കാണണമെങ്കിൽ മൊബൈൽ വേണം. മൊബൈൽ വഴി വേണം. AI ഉപയോഗിച്ചിട്ട് പല ലേറ്റസ്റ്റ് മെത്തേഡ്സ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. ആ സമയത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കരുത്. അവരെ ശ്രദ്ധയോടുകൂടി അത് ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. അവരെ ആവശ്യമില്ലാത്തതാണോ കാണുന്നതെന്ന് അവരുടെ ഹിസ്റ്ററി നോക്കി മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കില്ല എന്നല്ല നിങ്ങൾ തീരുമാനിക്കേണ്ടത്. കാലത്തിനൊത്ത് മാറണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, അടുത്ത ജനറേഷൻ AI ഭരിക്കുന്ന ഒരു ലോകത്ത് ആവശ്യമില്ലാത്ത വേസ്റ്റുകളായി മാറും. അതുണ്ടാവാതിരിക്കാനുള്ള മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതിൽ തീർച്ചയായിട്ടും ഇന്നിവിടെ വന്നത് തന്നെ നിങ്ങളുടെ ഇതിലുമായി സഹകരിക്കാനുള്ള മനസ്സാണ് കാണിക്കുന്നത്. അതുമാത്രം പോരാ, നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകണം, ഒരുമിച്ച് പോകണം. ഇത് നമ്മളുടെ അടുത്ത ജനറേഷന് വേണ്ടിയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. അതിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഈ ചടങ്ങിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് സുരേഷ് ജിക്ക് ഈ ഒരു വേദി ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.